നഴ്സറി സ്കൂളിൽ നിന്ന് 2.5 വയസ്സുകാരൻ 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നെത്തിയിരിക്കുകയാണ്. അങ്കിത് എന്ന 2.5 വയസ്സുള്ള കുഞ്ഞാണ് സോർഹിൽ കാക്കാമൂലയിലെ തിരുവനന്തപുരം കാക്കാമൂലയിലെ സോർഹിൽ ലുഥേറിയൻ സ്കൂൾ എന്ന ഒരു നഴ്സറി സ്കൂളിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ഈ 2.5 വയസ്സുകാരൻ ഒറ്റയ്ക്ക്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലാണ് 1.5 കിലോമീറ്റർ ഒറ്റയ്ക്ക്. ഈ കുഞ്ഞെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇദ്ദേഹമാണ് ഒറ്റയ്ക്ക് 1.5 കിലോമീറ്റർ നടന്നു വന്നത്. ഇപ്പോൾ ഈ സ്കൂൾ അധികൃതർക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് മാതാപിതാക്കളും അമ്മൂമ്മയും. അമ്മയാണ് അല്ലെ, അർച്ചന എന്നാണ് പേര്. എന്താണ് സംഭവിച്ചത്? എന്നാണ് സംഭവം? മിനിഞ്ഞാന്നാണ് സംഭവിച്ചത്. തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു. ഞാൻ ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് 2:30 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത് കുഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിൽ വന്ന് നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. നമ്മൾ വന്ന സമയത്ത് അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് അവിടെ നിന്ന് സ്കൂളിൽ മൊത്തം 4 പേരാണുള്ളത്. അതിൽ 3 പേര് ഏതോ കല്യാണത്തിന് പോയി, ഒരാൾ മാത്രം അധ്യാപകർ, ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവിടെ നിന്ന് ആ കുഞ്ഞിനെ വേറെ കുട്ടികൾ എന്തോ മൂത്രം ഒഴിക്കാൻ വാതിൽ തുറന്ന സമയത്ത് കുഞ്ഞ് ഇറങ്ങിപ്പോയി. പക്ഷേ ഇത് ഇവർ അറിഞ്ഞിട്ടില്ല. കുഞ്ഞ് കരഞ്ഞ് വിളിച്ച് അമ്മയുടെ അടുത്ത് വന്ന് കുഴഞ്ഞു വീണ സമയത്ത് അമ്മ പേടിച്ചിട്ട് ഇവർ കൊണ്ടാക്കി എന്നാണ് അമ്മ കരുതിയത്. അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് കുഞ്ഞ് മിസ്സായെന്നുള്ളത് അവരറിയുന്നത്. 1.5 കിലോമീറ്റർ ഈ കുഞ്ഞ് വാവേന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞ് ഓടി ഇവിടെ വന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു അല്ലേ? അമ്മയുടെ അടുത്ത് അമ്മയുടെ നെഞ്ചിൽ കുഴഞ്ഞു വീണു. അപ്പോഴമ്മ കരുതിയത് എന്താണ്, ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് വരുമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ വിചാരിച്ച് അവരാരും കൊണ്ടാക്കിയതായിരിക്കുമെന്ന്. അങ്ങനെ അമ്മ പേടിച്ചിട്ട് ആദ്യം അവരെ വിളിച്ചു. നമ്മളെ വിളിക്കുന്നതിന് മുന്നേ അമ്മ അവരെ വിളിച്ചു. അപ്പോഴാണ് അവരറിയുന്നത് ഈ കുഞ്ഞ് അവിടെ നിന്ന് മിസ്സായിട്ടുള്ളൂ എന്നത്. അവർ നമ്മളെ വിളിച്ച് അവരറിഞ്ഞിട്ടില്ല. അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത് അല്ലേ? എന്താണ് രാവിലെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ രാവിലെ കൊണ്ടാക്കുകയും ചെയ്ത് കാര്യം ഇവൻ പറഞ്ഞത് 3 മണിക്ക്. അപ്പോൾ ഇവനെ വിളിക്കാൻ പോകണമെന്നുള്ള ദുരിസത്തിൽ ഞാൻ ഇങ്ങനെ പറ ജോലിയൊക്കെ ചെയ്തിട്ട് ഇവൻ ഓടി അമ്മാന്ന് വിളിച്ചും കൊണ്ടുവന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് എൻ്റെ നെഞ്ചത്തോട് അവൻ കിടുകിട വിറക്കി. അവൻ്റെ നെഞ്ചെടുപ്പ് ശരിക്കും കൂടി വെയ്യർത്ത് കണ്ണീര് ഒഴിക്കുന്നു. അപ്പം ഞാൻ കേട്ട് മക്കൾ ആരെ കൂടെ വന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ കല്യാണത്തിന് പോട്ടെ, ഇവൻ്റെ കൂടെ വന്നിരുന്നു നോക്കിയപ്പോൾ ഇവനും ഇല്ല, വണ്ടിയില്ല. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ഫോൺ എടുത്ത് അവരെ വിളിച്ച് കേട്ടപ്പോഴത്തെ ആൻറ്റി അങ്ങ് വന്നാൽ സോറി ആൻറ്റി, ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കൂല, ഞാൻ ഒരിക്കൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കേട്ടത് അധ്യാപികയാണോ അമ്മയോട്? ശ്രുതി എന്ന് പറയുന്ന അധ്യാപികയാണ് എന്നോട് സംസാരിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ ആൻറ്റി, ബാക്കി 3 പേരും കല്യാണത്തിന് പോയെന്നാണ് ആ കൊച്ച് പറഞ്ഞത്. എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ മറ്റ് 2 കുട്ടികളെയും ഗേറ്റിനകത്തിട്ട് പൂട്ടിയ ശേഷം ഞാൻ സ്കൂട്ടി എടുത്തും കൊണ്ട് 3/4 ഭാഗം വരെ വന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു ഈ 3/4 ഭാഗം വന്നാൽ നീ എൻ്റെ വീട്ടിലൊന്നും വരാത്തത് എന്ത് എന്ന്. അപ്പോഴും 3/4 ഭാഗം വന്നിട്ട് ഇവർ തിരിച്ചു പോയോ? എവിടെ പോയെന്ന് വിചാരിച്ചു? ഇവര് വേറെ ഏതോ വഴി പോയെന്നോ എങ്ങനെയെന്തോ അവര് മുക്കാ വഴി വരെ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഈ മുക്കാ വഴി വരെ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കിട്ടും. ആ CCTV-യിൽ 1 മണിക്കാണ് കൊച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, പാസ് ചെയ്ത്. ഇവിടെ വന്നപ്പോൾ കൊച്ച് 2:09 ഇതുവരെ എവിടെ പോയെന്നറിയില്ല. ഇത് നമുക്ക് വളരെ പേടിപ്പിക്കുന്നു. സത്യത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇതൊരു ഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു മകനുള്ളതാണ്. നമുക്ക് അടുത്തൊക്കെ ഒരു സ്ഥലത്തോട്ട് വിടാൻ പോലും നമുക്ക് ഭയമാണ്. പക്ഷെ ഇതെങ്ങനെ കുഞ്ഞിവിടെ എത്തിയെന്നറിയില്ല. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ തന്നെ, അതായത് ഈ സോർ ഹിൽ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ കിലോമീറ്റർ നമുക്ക് കറക്റ്റായിട്ട് കണക്കാക്കാൻ കഴിയും. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. മാത്രമല്ല വളവ് തിരിവുള്ള വഴികളാണ്. ഈ കുഞ്ഞ് പേടിച്ച് വിറച്ച് ഇങ്ങോട്ട് ഓടുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങളിലുള്ളത് എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. നമ്മൾ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചപ്പോൾ, അവിടുത്തെ ഒരു പ്രീസ്റ്റാണ് പ്രിൻസിപ്പാൾ, അദ്ദേഹം പറയുന്നത് എന്നോട് പറഞ്ഞത് 4 ആയ ഉൾപ്പെടെ അധ്യാപകരൊന്നും തന്നെ തൊട്ടടുത്തുള്ള സ്കൂളിന് തൊട്ടടുത്തുള്ള ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ഈ സ്കൂളിനെതിരെ ഉയർന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അത് അപകട രീതിയിലായിരുന്നാലും സംഭവിച്ചു പോയാൽ പിന്നീട് നമുക്കത് ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു കുറവായി തന്നെ മാറും. എന്താണ് പിതാവിന് പറയാനുള്ളത് ഇത്തരത്തിൽ? ഇവർ 4 പേരും പിരിച്ചു വിടണമെന്നാണ് പറയാനുള്ളത്. ഇനി ഇവർ ഇത്രയ്ക്കും കെയർഫുൾ അല്ലാതെ പിള്ളേരെ നോക്കാൻ പാടില്ല. ഇത് ഈ വലിയൊരു ഗേറ്റ് ഒക്കെ അവിടെ ഉണ്ട്. അതെങ്ങനെയാണ് അത് തുറന്നതെന്നും തുറന്നാണ് കിടക്കണം. ഓൾറെഡി അത് തുറന്നാണ് കിടക്കുന്നത്, എപ്പോഴും തുറന്നാണ് കിടക്കുന്നത്. പക്ഷെ ഇനി അറിഞ്ഞൂടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് മോനെ കിട്ടിയ വലിയ പണിയായിട്ട്. CCTV ദൃശ്യങ്ങളിൽ എന്താണുള്ളത്? CCTV-യിൽ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. കരഞ്ഞുകൊണ്ട് കുറച്ച് ഭാഗം വരുന്നുണ്ട്. വീണ്ടും അവന് ഒരു ഇതില്ലാതെ അവൻ തിരിച്ചു പോയിട്ട് വീണ്ടും അവൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഓടുകയാണ്. അത് നമുക്ക് കാണുമ്പോൾ നമ്മളെ ചങ്ക് പൊട്ടി പോകുന്ന ഒരു സീനാണ്. അത് കൊച്ച് കരയാണ്, ഇങ്ങനെ ഏങ്ങിയെല്ലാം അടിച്ച് കരഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് വരുന്നത്. പക്ഷെ ആ വീട്ടുകാർ ആ CCTV ഫുട്ടേജ് തരാൻ തയ്യാറാകുന്നില്ല. അവർ ആ സ്കൂളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവിടെ വെച്ച് അന്ന് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന്
ഒരു പേരൻസ് മീറ്റിംഗ് വെക്കും, അതിൽ ഇത് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് പറഞ്ഞ അമ്മ ഇത് ആക്കുമെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് സംസാരിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ ഇതിൽ നിന്ന് മുന്നോട്ട് തന്നെ പോകും, നമുക്കിതിൽ വേറെ ഇതിൽ നിന്നും പിന്തിരിയാൻ നമ്മൾ തയ്യാറല്ലെന്ന്. ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കരുത്. സംഭവിക്കാൻ പാടില്ല, ഇനി ഒരു കുഞ്ഞിന് ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ കൊച്ചിന് ഇന്ന് സംഭവിച്ചു 100% ദൈവത്തിനോട് ഒരുപാട് നന്ദിയേ പറയാനുള്ളൂ. എന്നാൽ ഞാൻ മോനെ തിരിച്ചു വിട്ടെന്നെ വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം മോൻ എന്തെങ്കിലും അസ്വസ്ഥത? മോന് ഇപ്പം മുമ്പാണെങ്കിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇപ്പം കുഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ച് ഉറക്കത്തിൽ പേടിച്ച് വിളിക്കുക. നേരത്തെ നല്ല സംസാരിക്കുമായിരുന്നു, ഇപ്പം അവന് സംസാരം വളരെ കുറവാണ്. അതിൽ പിന്നെ അവന് നല്ല മാനസികമായിട്ട് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. ഇന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കുന്നവനാണ്, ഇപ്പം എന്നെ വിട്ടവൻ മാറുന്നില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. മോൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് അവൻ എന്നെ വന്ന് വിളിച്ചു അമ്മാന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് മക്കളെന്ന് ചോദിച്ചിട്ട് ഒന്നും വേണ്ടിയില്ല, അങ്ങ് തോളിലങ്ങ് ചാഞ്ഞു കൊടുക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മക്കളിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് പേടിയില്ലായിരുന്നു. മക്കൾ ആരെ കൂടെ വന്ന് ഒറ്റയ്ക്ക് വന്നു. ഇത്ര ആരെങ്കിലും കൂടെ കൊണ്ടുവന്നതാണോ? പിടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒറ്റയ്ക്ക് വന്നു. അവനൊന്നും അറിയില്ല, അവൻ എന്താണെന്നാ ഒന്നും അറിയില്ല. അതിൽ കാണുന്നുണ്ട് ആരുമില്ല കൂടെ. അവിടെ നിന്ന് ഓടുന്നവൻ ഒറ്റയ്ക്കാണ് ഓടുന്നത്. അഥവാ ആരെങ്കിലും ഉണ്ടായിരുന്ന അവര് കൂടെ വരൂലേ, ഇതാ നിങ്ങളെ കുഞ്ഞിനെ കിട്ടി, വഴിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇതാരുമില്ല, ഒറ്റയ്ക്കാണ് അവ ഓടി വന്നത് എന്നെയും. എന്തായാലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് നമ്മളോട് അറിയിച്ചത് ഈ അവരുടെ തെറ്റ് ഭാഗം സമ്മതിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചു പോയൊരു പിഴവ് തന്നെയാണെന്നുള്ളത് അതിൻ്റെ സ്കൂൾ പ്രിൻസിപ്പാൾ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉണ്ടായിരുന്ന വ്യക്തികൾക്കെതിരെ അവിടെ നടപടി എടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ വലിയ രീതിയിൽ കുട്ടികൾക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ട രീതിയിൽ അത് വീണ്ടും ഒന്നുകൂടെ പണിയണം എന്നുള്ളതാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതും നടപ്പിലാക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 2:30 ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത കഴിഞ്ഞ ദിവസമാണ് ഒരു കൊച്ചുകുട്ടിയെ, അച്ഛനോടൊപ്പം പോകുകയായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ വണ്ടി ഇടിച്ച് നിർത്താതെ പോയൊരു വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളത്ത് നിന്ന്. ഈ കുഞ്ഞ് ഒരു വണ്ടി വന്നാൽ മാറിക്കൊടുക്കാൻ പോലും അറിയാത്തൊരു പ്രായമാണ്. ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ്. എന്തോ ഒരു ദൈവസഹായത്താൽ ഇവിടെ എത്തിയെന്നുള്ളതാണ് പറയേണ്ടത്. ഇനി ഒരു സ്കൂളുകളിലും, അല്ലെങ്കിൽ ഇതൊരു നഴ്സറി സ്കൂളാണ്, പ്രത്യേകിച്ച് 2.5 വയസ്സേ പ്രായമുള്ളൂ. വളരെ ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു സംഭവമാണ്. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്. ഇനി ആ സ്കൂളിലാണോ വിടുന്നത്? ഇല്ല, ഇനി സ്കൂളിൽ വിടുന്നില്ല. അവിടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റെ രീതിയിലുള്ള നടപടികൾ എടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇവർ പോലീസ് സ്റ്റേഷനിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.